നമസ്കാരം. നമുക്ക് പുതിയ പ്രേതകഥ കേൾക്കാം. കഥയുടെ പേര് യക്ഷിക്കാവ്. രചനയും അവതരണവും മിഥുൻ മോഹൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? പകലൂൺ ഉദിക്കാൻ ഇനിയും നാഴികകൾ ബാക്കിയുണ്ട്. മരം കോച്ചുന്ന തണുപ്പ്, മഞ്ഞുകണങ്ങൾ പൊഴിയുന്നു. വയലോരങ്ങളിൽ നിന്നും ഇളം കാറ്റ് വീശുന്നു. അതിനടുത്തായി തെങ്ങിൻ തോപ്പുണ്ട്. അതിന് നടുവിലൂടെ മൺപാത തെളിഞ്ഞു കിടപ്പുണ്ട്. അധികം അകലെയല്ലാതെ ഒരു നിഴലനക്കം, ചെരുപ്പുകളുടെ കാലടി ശബ്ദം. ആ നിഴലിനെ ഇപ്പോൾ കുറേശ്ശെ കാണാം. അതൊരു യുവാവാണ്. ശാന്തമായ നടത്തം. അയാളുടെ പേരാണ് സുദേവൻ. അവൻ ആറ്റിലേക്ക് നടന്നെടുത്തു. എല്ലാ ദിനവും മുടങ്ങാതെ പാലിക്കുന്ന ഒരു കാര്യമാണ് അമ്മച്ചിയാറ്റിലെ കുളി. അത് എത്ര കഠിനമായ തണുപ്പായാലും അവന് അതൊന്നും ഒരു പ്രശ്നമേയല്ല. അതിന് ഒരു പ്രത്യേക ഉദ്ദേശം കൂടിയുണ്ട്. കാഞ്ഞിരംകുളത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു യക്ഷിക്കാവുണ്ട്. അവിടുത്തെ നിത്യസന്ദർശനം അവൻ മുടക്കാറില്ല. അതൊരു വനം പോലെ ഭീതി ജനിപ്പിക്കുന്ന ഒരിടമാണ് ആ കാവ്. ആ ഭാഗത്തേക്ക് ആരും പോകാറില്ല. അവിടെ വർഷങ്ങളായി നിത്യപൂജയുമില്ല. എന്നാൽ സുദേവൻ മാത്രം അവിടെയുള്ള യക്ഷിയമ്മയെ പൂജിക്കുന്നു. അതിന് അവന്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേയുള്ളൂ: ലോകത്തിലെ ഏറ്റവും മികച്ച മാന്ത്രികനാവുക. യക്ഷിപൂജയിലൂടെ അവനത് സാധിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. മരിച്ചുപോയ തന്റെ അമ്മയുടെ ഘാതകർക്ക് നരകം കാണിച്ചു കൊടുക്കുക. സ്വന്തം അമ്മയെ അവന് 5 വയസ്സുവരെയേ കാണാൻ ഭാഗ്യമുണ്ടായുള്ളൂ. സുദേവൻ തന്റെ വസ്ത്രങ്ങൾ കരയിലുള്ള ചെറിയ പാറക്കല്ലിൽ അഴിച്ചുവെച്ചു. എന്നിട്ട് ചുവന്ന കരയുള്ള തോർത്ത് എളിയിൽ ചുറ്റി. എന്നിട്ട് പതിയെ ആറ്റിലെ ഒഴുകുന്ന ജലത്തിലേക്ക് തന്റെ വലതുകാൽ നീട്ടി. ജലത്തിൽ സ്പർശിച്ചതും തണുപ്പ് പതിയെ അരിച്ചു മുകളിലേക്ക് കയറി. അത് വകവയ്ക്കാതെ അവൻ ആറ്റിലേക്ക് ഇറങ്ങി. നിമിഷങ്ങൾ കൊഴിഞ്ഞു. സുദേവന്റെ സ്നാനം തുടരുകയാണ്. നാവിൽ നിന്നും മന്ത്രങ്ങൾ ഒഴുകുകയാണ്. ഓം ഭൂർ ഭുവസ്വഹ. ഗായത്രി മന്ത്രം അവിടമാകെ മുഴങ്ങുന്നത് പോലെ തോന്നി. അതേസമയം പുഴയുടെ തൊട്ടടുത്തായി നിന്നിരുന്ന ഒരു മുത്തശ്ശി മരമുണ്ടായിരുന്നു. പഴക്കം കൊണ്ട് ഒരു നൂറ്റാണ്ടിൽ കുറയില്ല. അതിന്റെ വേരുകൾക്ക് പോലും അസാധാരണ വലിപ്പമുണ്ടായിരുന്നു. ആ മുത്തശ്ശി മരം നിദ്രയിലാണ്. അതിന്റെ ഇല പോലും ചലിക്കുന്നില്ല. ആകാശത്ത് അപ്പോൾ ഒരു വെള്ളിടി വെട്ടി. ഇതൊന്നും സുദേവൻ ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ കുറച്ച് അകലെ നിന്നും ഏതോ ഒരു പക്ഷിയുടെ ചിറകടി ശബ്ദം. അത് ആറ്റിലെ ആ വലിയ മരത്തിന് നേർക്ക് പറന്നു വന്നു. ആ മരത്തിൽ നദിയിലേക്ക് നേർക്ക് ചാഞ്ഞുകിടന്ന ശിഖരത്തിൽ വന്നിരുന്നു. ചില്ലയിലെ ഇലകൾ ചലിച്ചു. ആ പക്ഷിയുടെ കണ്ണുകൾ ചുവന്നു തിളങ്ങിയിരുന്നു. ഒരു മൂങ്ങയായിരുന്നു അത്. ആറ്റിലെ ജലത്തിൽ നീരാടുന്ന സുദേവന്റെ നേർക്ക് നോട്ടമയച്ചു. പിന്നെയും ചിലച്ചു മൂങ്ങ. അതിന്റെ കാഴ്ചയിൽ അവിടെയെല്ലാം രക്തത്തിന്റെ നിറമായിരുന്നു. സുദേവൻ യാദൃച്ഛികമായി മരച്ചില്ലയിലേക്ക് നോക്കുകയുണ്ടായി. അതാ അവിടെ ഒരു മൂങ്ങ. കാഴ്ചയിൽ അതിന് അസാമാന്യ വളർച്ച തോന്നിച്ചിരുന്നു. പിന്നെയും അവൻ തന്റെ കർമ്മത്തിലേക്ക് കടന്നു. നിമിഷങ്ങൾ പിന്നെയും കൊഴിഞ്ഞു. ഇതിനിടെ മൂങ്ങ അവിടുന്ന് കുറച്ചകലേക്ക് ഏതോ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു പൊയ്ക്കഴിഞ്ഞു. യക്ഷിക്കാവ്. കൂറ്റൻ ഒരു ആൽമരത്തിന് ചുവട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിനു ചുറ്റും അനേകം വള്ളിപ്പടർപ്പുകൾ കരിനാഗങ്ങളെ പോലെ അതിനെ ചുറ്റിവരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ധീരനായ ഒരു മനുഷ്യനും രാത്രിയിൽ അവിടേക്ക് വരാൻ ഒന്ന് മടിക്കും. അവിടുത്തെ ആൽത്തറയിൽ പേരറിയാത്ത 7ഓളം ശില്പങ്ങളുണ്ട്. വർഷങ്ങളായി പൂജകൾ മുടങ്ങിയത് കാരണം നിറങ്ങൾ മങ്ങിയും ചിലന്തി വലകൾ കൊണ്ട് മൂടപ്പെട്ടുമിരുന്നു. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ യക്ഷിയമ്മയാണ്. ആ വിഗ്രഹത്തിനും ഇപ്പോൾ തിളക്കമില്ല. മുഖം വിഷാദം കലർന്ന ഭാവം. അവിടേക്ക് വരികയാണ് സുദേവൻ. അവൻ അരയിൽ ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട്. നെറ്റിയിൽ കുങ്കുമം തൊട്ടിരുന്നു. ആ മങ്ങിയ പ്രകാശത്തിനിടയിലും അവൻ സൂര്യശോഭയോടെ തിളങ്ങി. കാവിനുള്ളിലേക്ക് അവൻ പ്രവേശിച്ചു. എന്നിട്ട് കൂപ്പുകൈകളോടെ യക്ഷി വിഗ്രഹത്തിലേക്ക് അവൻ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അവൻ ഉഗ്രമായി അലറി.
അടുത്തെങ്ങും വീടുകൾ ഇല്ലെന്ന് അവൻ അറിയാം. അതിനാൽ അവന്റെ ആ ശബ്ദം ആരും കേട്ടില്ല. സുദേവൻ എന്നിട്ട് ഉഗ്രശപഥം ചെയ്തു, എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ ഇനി വെറുതെ വിടുകയില്ല. പകരം അവരുടെ അടുത്ത തലമുറയിലെ പെൺതരികളെയോ ആൺതരികളെയോ അമ്മയ്ക്ക് ബലി തന്നിട്ട് അമ്മയുടെ പഴയ മങ്ങിയ പ്രഭ കൂടുതൽ ശോഭയിൽ തിളങ്ങാൻ ഞാൻ കാരണമാകും. അതിന് ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും. ഞാൻ എന്റെ ബലിയുടെ തുടക്കം ഇവിടുന്ന് ആരംഭിക്കുന്നു. അപ്പോഴാണ് അവൻ പന്തം തെളിയിച്ചത്. കാവിന്റെയുള്ളിൽ ഇപ്പോൾ പ്രകാശത്തിന്റെ പ്രഭാപൂരം. പുറമെ നിന്ന് നോക്കിയാൽ വെളിച്ചം കൊണ്ടൊരു കൂടാരമെന്നേ തോന്നുകയുള്ളൂ. അവിടെ ഒരു ഹോമകുണ്ഠം നിമിഷങ്ങൾ കൊണ്ട് ഒരുക്കപ്പെട്ടു. പൂജാദ്രവ്യങ്ങൾ നിരന്നു. 2 പന്തങ്ങൾ ഇടതും വലതും കുത്തി നിർത്തി. കാവിനുള്ളിലെ ബലിക്കല്ല് അവിടെ തെളിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് അവിടെ മൃഗബലി നടന്നിരുന്നു. അതാ അവിടെ ഒരു യുവതി ബോധമില്ലാതെ കിടക്കുന്നു. അവളുടെ ദേഹമാസകലം ഭസ്മവും ചന്ദനവും. സുദേവൻ ഏതോ കഠിന പ്രവൃത്തി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ തന്റെ വലതുവശത്തിരുന്ന തിളങ്ങുന്ന വാൾ കയ്യിലെടുത്തു. അവിടുന്ന് എണീറ്റു. പതിയെ അവളെ ബലിക്കല്ലിലേക്ക് എടുത്തുകൊണ്ടുവന്ന് കിടത്തി. ഇവിടെ നിന്നോ ഒരു രാപ്പക്ഷി ചിലച്ചു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ആ യക്ഷിക്കാവിനെ ബാധിക്കുന്നില്ല. സുദേവന്റെ മന്ദശക്തി കൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു. അവൻ അവളുടെ അടുത്തുനിന്ന് ഉഗ്രമായി അട്ടഹസിച്ചു. വാളിന്റെ അഗ്രം തിളങ്ങി. അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് താഴ്ന്നു. സുദേവന്റെ അട്ടഹാസം. മഴ തോർന്നു. യക്ഷിക്കാവിന്റെ കുറച്ച് അപ്പുറത്തെ നെൽപ്പാടം. അവിടെ കുറച്ച് തീപ്പന്തങ്ങൾ ചലിക്കുന്നുണ്ട്. അതൊരു പൊട്ടുപോലെ കാണപ്പെട്ടു. കുറച്ച് ആളുകൾ കൂട്ടമായി യക്ഷിക്കാവിലേക്ക് വരികയാണ്. ഗോവിന്ദൻ എന്ന ചെറുപ്പക്കാരനാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവൻ പുറകിലുള്ള ആളുകളോട് പറഞ്ഞു, ഇന്നത്തോടെ അവന്റെ കളികൾ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇന്നാട്ടിലെ പെൺകുട്ടികൾ ഒരെണ്ണവും ജീവനോടെ കാണില്ല. അവൻ എന്തെങ്കിലും മറിമായം കാട്ടാൻ നമ്മൾ അവസരം കൊടുക്കരുത്. പതിയിരുന്ന് ആക്രമിക്കാൻ നോക്കണ്ട, നേരിട്ട് മതി. അവർ അവിടേക്ക് അടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവന്റെ അട്ടഹാസം അവിടെ മുഴങ്ങുന്നത് അവർ കേട്ടത്. സുദേവൻ കാവിന് പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ പന്തങ്ങൾ കൊളുത്തി നിൽക്കുന്ന ആളുകൾ. അവൻ അവരെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഇത് കണ്ട ഗോവിന്ദൻ മുന്നിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു, നിന്നെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. തെളിവ് കാണില്ലല്ലോ. ഇതുവരെയുള്ള അനുഭവം അതാണല്ലോ. നിന്നെ ഈ നാട്ടിൽ ജീവനോടെ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സുദേവൻ അപ്പോഴും പുച്ഛത്തോടെ എല്ലാവരെയും നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ തിരിച്ചു പൊയ്ക്കോ. എല്ലാവർക്കും അതാ നല്ലത്. എന്റെ ലക്ഷ്യത്തിന് എതിരെ നിൽക്കുന്ന ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞതും അവൻ കാലുയർത്തി ഗോവിന്ദനെ ചവിട്ടിയതും ഒരുമിച്ചായിരുന്നു. ഗോവിന്ദൻ കുറച്ചകലേക്ക് തെറിച്ചു പോയി. ഇത് കണ്ട് മറ്റുള്ളവർ അവന്റെ നേരെ തിരിഞ്ഞു. അവൻ ഏതോ മന്ത്രം ഉരുവിട്ടു. മുന്നോട്ടു ചലിച്ച അവർ പ്രതിമ പോലെ അവിടെ നിന്നു. സ്തംഭന മന്ത്രം. സുദേവൻ പുറത്തേക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇടവഴിയിലേക്ക് തിരിഞ്ഞതും അത് സംഭവിച്ചു. തന്റെ കഴുത്തിനു പുറകിൽ ഭാരമുള്ള എന്തോ പതിച്ചതുപോലെയാണ് അവന് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അടുത്ത പ്രഹരം. സുദേവന് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപ് അടുത്തത് സംഭവിച്ചിരുന്നു. അത് മുൻപിൽ നിന്നും ആസൂത്രിതമായ ഒരു ആക്രമണം. അവന്റെ പതർച്ച. നിശ്ചലരായി നിന്നിരുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകി. അവർ അവനെ പൊതിരെ തല്ലി. സുദേവന്റെ ബോധം മറയുന്നതുവരെ അവർ ആക്രമിച്ചു കൊണ്ടിരുന്നു. മതി കേട്ടോ, ഇനി അവൻ നടക്കില്ല. വാ പോകാം, ഗോവിന്ദൻ പറഞ്ഞിട്ട് സുദേവന്റെ പുറത്തേക്ക് നീട്ടിത്തുപ്പി. ആളുകൾ പിരിഞ്ഞു പോകുന്നത് അർദ്ധമയക്കത്തിലും സുദേവൻ അറിയുന്നുണ്ടായിരുന്നു. അവന്റെ മനം പകകൊണ്ട് എരിഞ്ഞു. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഗോവിന്ദ, ഇതിന് നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അവൻ മനസ്സിൽ ശപഥം ചെയ്തു. അപ്പോൾ സുദേവനെ കണ്ടാൽ ഒരു മാംസപിണ്ഡമെന്നേ പറയൂ.
അവൻ പതിയെ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. കയ്യും കാലും അനക്കാൻ കഴിയുന്നില്ല. 1000 സൂചികൾ ഒരുമിച്ച് കുത്തുന്ന വേദന. അവന്റെ ബോധം പതിയെ മറഞ്ഞു. പ്രഭാതമായി. കുറച്ചാളുകൾ യക്ഷിക്കാവിലേക്ക് വരുന്നുണ്ടായിരുന്നു, സുദേവന്റെ ഇപ്പോഴുള്ള അവസ്ഥയറിയാൻ. ഒരു പക്ഷേ അവനിപ്പോൾ മരിച്ചിരിക്കും, അല്ലെങ്കിൽ ജീവച്ഛവം പോലെയും. ആളുകൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പോയി. അവിടെ സുദേവനെ കാണാനില്ല. 4 വർഷങ്ങൾക്കിപ്പുറം. മേലേപ്പാട്ട് വീട്. ഇന്ന് ഗോവിന്ദന്റെയും അവന്റെ 2 അനുജന്മാരുടെയും വിവാഹമാണ്. അവർ വിവാഹം കഴിക്കുന്നത് ദത്തൻ നായരുടെ പെൺമക്കളെയാണ്. അമ്മ നഷ്ടപ്പെട്ട 3 തരുണികളെ. ഗോവിന്ദന്റെ പാത തന്നെ ഇളയവരും പിന്തുടർന്നു. അധികം ആർഭാടമില്ലാതെ വിവാഹം നടന്നു. അടുത്തുള്ള ബന്ധുമിത്രാദികൾ മാത്രം ചടങ്ങിൽ പങ്കെടുത്തു. കല്യാണവധുവിൽ ഏറ്റവും സുന്ദരി സുരേഖയായിരുന്നു. നല്ല ഉയരം, കട്ടിപ്പുരികം, തിളക്കമുള്ള കണ്ണുകൾ, ഉയർന്ന മാറിടങ്ങൾ, ഒതുങ്ങിയ അരക്കെട്ട്, സമൃദ്ധമായ മുടി, നീണ്ട വിരലുകൾ അവളുടെ ഒരു പ്രത്യേകതയായിരുന്നു. രണ്ടാമത്തെ വധു പ്രമീള. അവളും സുന്ദരി തന്നെ. നീണ്ട മൂക്ക്, വട്ടമുഖം, പൂച്ചക്കണ്ണുകൾ അവളുടെ പ്രത്യേകത. മൂന്നാമത്തെ വധു അഞ്ജലി. അവൾക്ക് അല്പം നിറം കുറവായിരുന്നു, പക്ഷേ സുന്ദരി. മറ്റ് 2 പേരെക്കാൾ ഉയരമുണ്ട് എന്നത് മാത്രം പ്രത്യേകത. മൂവരെയും നിലവിളക്കോടെ എതിരേറ്റു ഭാഗീരഥിയമ്മ. 1 വർഷം മുൻപ് അവരുടെ ഭർത്താവ് കരുണൻ മരണപ്പെട്ടു. കാരണം ഇന്നും അജ്ഞാതം. യക്ഷിക്കാവിനടുത്ത് വെച്ചായിരുന്നു അയാളുടെ മരണം. പോസ്റ്റ്മോർട്ടത്തിൽ പേടിച്ചുള്ള മരണമെന്ന് കണ്ടെത്തി. സാധാരണ അവിടേക്ക് പോകാറില്ല. അന്നേ ദിവസം അയാളെ കുറച്ച് അകലെ നിന്ന് ഒരാൾ കണ്ടിരുന്നു. രാഘവൻ എന്നാണ് അയാളുടെ പേര്. അയാൾ കണ്ടത്രേ ഒരു യുവതിയോടൊപ്പം കരുണൻ നടന്നു പോകുന്നത്. കാഴ്ചയിൽ നല്ല ഉയരമുള്ള ഒരു സ്ത്രീ, പക്ഷെ മുഖം വ്യക്തമല്ലായിരുന്നു. അയാളത് കാര്യമാക്കിയില്ല. രാഘവൻ അന്ന് നടന്ന കാര്യം ഗോവിന്ദനെ അറിയിച്ചു. ആ നാട്ടിലെങ്ങും ആ ലക്ഷണമുള്ള ഒരു സ്ത്രീ ഇല്ലായിരുന്നു. അതിനുള്ള ഉത്തരം ഇനി ആര് കണ്ടെത്തും? ത്രിസന്ധ്യ നേരം. ഗോവിന്ദൻ തന്റെ മണിയറയിൽ ഇരിക്കുകയാണ്. അവന്റെ ആദ്യ രാത്രി. വധു ഇതുവരെ തന്റെ മുറിയിൽ വന്നിട്ടില്ല. അവൻ അവളെ കാത്തിരുന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞു. അതാ പാതി തുറന്നു കിടന്ന വാതിലിന് അപ്പുറത്തെ ഇടനാഴിയിലൂടെ ഒരു പാദസരത്തിന്റെ ധ്വനി. അവന്റെ നോട്ടം അവിടേക്ക് നീണ്ടു. അവിടേക്ക് സുരേഖ കടന്നു വന്നു. അല്പം നാണം കലർന്ന നോട്ടം നോക്കി. അവൾ വാതിലിന് വെളിയിൽ അറച്ചു നിന്നു. ഗോവിന്ദൻ അവളെ നോക്കി പറഞ്ഞു, കടന്നു വന്നോളൂ. ഞാനിവിടെ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെയായി. നിന്നെ പകലെ കണ്ടുള്ളൂ, പിന്നെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുന്നത്? അതിന് അവൾ മറുപടി പറഞ്ഞില്ല. പകരം ഒരു മനോഹരമായ മന്ദസ്മിതം തൂകി. അവൾ മുറിയിലേക്ക് കടന്നു വന്നു. അവൾ പതിയെ കട്ടിലിലേക്ക് ഇരുന്നു. പാൽ ഗ്ലാസ് അവൾ അവന് നേരെ നീട്ടി. അവൻ സ്നേഹം കലർന്ന മുഖത്തോടെ അത് വാങ്ങി ചുണ്ടുകളിൽ വെച്ചു. നേരം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവരിരുവരും കട്ടിലിലേക്ക് കിടന്നു. ഭാവി സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങി. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. ഭീകരമായ ഒരലർച്ച. ഗോവിന്ദൻ ഞെട്ടി ഉണർന്നു. അവൻ ലൈറ്റുകൾ തെളിയിക്കാൻ ചുവരിലേക്ക് കൈയെത്തിച്ച് സ്വിച്ചിൽ വിരൽ അമർത്തി. ആദ്യമൊന്ന് മങ്ങിയ ശേഷം ലൈറ്റിന്റെ പ്രകാശം തെളിഞ്ഞു. അവൻ കിടക്കയിലേക്ക് നോക്കി. സുരേഖ ഒന്നും അറിയുന്നില്ലെന്ന് തോന്നി. അവൾ നല്ല നിദ്രയിലായിരുന്നു. താനും ഒന്ന് മയങ്ങിയോ? അവനും ആശ്ചര്യം. അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തനിക്ക് ഉറക്കക്ഷീണം തോന്നിയിരുന്നു. ആ അലർച്ച കേട്ടാണ് ഉണർന്നത്. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഗോവിന്ദന് മനസ്സിലായില്ല. അവൻ മുറിയിലെ വാതിൽ തുറന്നു. പുറത്തു നോക്കി. അവിടെ ആരുടെയും സാന്നിധ്യം ഇല്ല. അപ്പോൾ തനിക്ക് തോന്നിയതാകുമോ ആ ഭീകര അലർച്ച? ഇവിടെ താമസിക്കുന്ന ആരും അത് കേട്ടില്ലേ? ഇതെന്ത് മറിമായം! താൻ വ്യക്തമായും കേട്ടതാണ്. ആരെയും വിളിക്കേണ്ട. വിളിച്ചാൽ താൻ അപഹാസ്യനാകും, തീർച്ച. ഒരു പക്ഷേ തന്റെ തോന്നലാകാം. അവൻ അവിടെ തന്നെ നിന്നിട്ട് ആലോചിച്ചു. വാതിൽ ചേർത്തടച്ചിട്ട് അവൻ കട്ടിലിൽ വന്നിരുന്നു.
ഇനി സുരേഖയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. ഇനി സമയമുണ്ടല്ലോ. പകലത്തെ യാത്രാക്ഷീണം അവളെ തളർത്തിയിരിക്കും. അവൻ അങ്ങനെ ആലോചിച്ചു. ചുവരിലെ സ്വിച്ച് അവൻ ഓഫ് ചെയ്തു. അവിടെ അന്ധകാരം വ്യാപിച്ചു. അവൻ കണ്ണുകൾ ചേർത്തടച്ചു. ഉറക്കം വരുന്നില്ല. മങ്ങിയ ഒരു ഊത വെളിച്ചം അവിടെയുണ്ടായിരുന്നു. ചുവരിലെ പഴയകാല ക്ലോക്ക് അവ്യക്തമായി കാണാം. പെട്ടെന്ന് 12 മണിക്കുള്ള അലാറം അവിടെ മുഴങ്ങി. പെട്ടെന്നുള്ള ശബ്ദം കാരണം ഗോവിന്ദന് ചെറിയ ഭയം മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി. ആരോ വാതിലിൽ തട്ടുന്ന പോലെ. അവൻ അവിടേക്ക് ശ്രദ്ധിച്ചു. ഇടനാഴിയിൽ വെളിച്ചമില്ല. ഇരുട്ടിൽ ആരും അവിടേക്ക് വരാറുമില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പുറത്ത് വെളിച്ചം കണ്ടേനെ. അവന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹം കിട്ടുന്നില്ല. ഇനി എഴുന്നേറ്റ് പോയി കതക് തുറക്കാൻ അവനൊരു ശങ്ക. അവൻ പിന്നെയും കണ്ണുകൾ അടച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞു. ടക് ടക് ടക്. പിന്നെയും ശബ്ദം. ഇപ്പോൾ കൂടുതൽ വലിയ ശബ്ദമായിരുന്നു അത്. അവൻ പിന്നെയും ഉണർന്നു. ഗോവിന്ദൻ ഉറക്കെ വാതിലിന്റെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ആരാ അത്? മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്ത് കാര്യമാണെങ്കിലും നാളെ സംസാരിക്കാം. അവൻ നീരസത്തോടെ അവിടേക്ക് നോക്കിക്കിടന്നു. അപ്പോൾ പുറത്തുനിന്നും ഒരു മനുഷ്യ ശബ്ദം, ഞാൻ അകത്തേക്ക് വരട്ടെ? അതൊരു പരിചിതമല്ലാത്ത സ്ത്രീ ശബ്ദമാണ്. അത് കേട്ടതും ഗോവിന്ദന്റെ നട്ടെല്ലിലൂടെ ഒരു തരിപ്പ് പടർന്നു കയറി. അത് തലച്ചോറിൽ എത്തുകയുണ്ടായി. പതിയെ അവൻ വിറയലോടെ ചോദിച്ചു, ആരാ? എനിക്ക് മനസ്സിലായില്ല. കുറച്ചു നേരത്തേക്ക് പുറത്ത് അനക്കമില്ല. ആരാണ് ആ പരിചയമില്ലാത്ത ശബ്ദം? അവൻ ആലോചിച്ചു. ഞാനിവിടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നു. പിന്നെയും സ്ത്രീയുടെ ശബ്ദം. ഗോവിന്ദൻ സുരേഖയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിൽ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ വാതിലിന് നേർക്ക് നടന്നു. സാക്ഷകൾ നീങ്ങി. പാളികൾ വളരെ സാവധാനം ഇരുവശത്തേക്കുമായി തുറന്നു. ഇടനാഴിയിലേക്ക് നോക്കിയതും അവൻ അത്ഭുതപ്പെട്ടു പോയി. അതാ അവിടെ പഴയൊരു റാന്തൽ വിളക്കം പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു. അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. പതിയെ അവളുടെ അധരങ്ങൾ ചലിച്ചു. എന്താ ഗോവിന്ദ ഇങ്ങനെ നോക്കുന്നത്? ഇന്നത്തെ നിന്റെ ആദ്യ രാത്രി പരാജയമായിരുന്നു അല്ലേ? നിന്റെ ഭാര്യ എന്താ ഇങ്ങനെയെന്ന് നീ ആലോചിക്കുന്നുണ്ടാവും. എല്ലാം നിനക്ക് പതിയെ മനസ്സിലാവും. അത് കേട്ട് ഗോവിന്ദൻ അതിശയിച്ചു. അവൻ അവളോട് ചോദിച്ചു, അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അവൾ അതിനെ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അകത്ത് കയറട്ടെ? കയറിക്കോളൂ. അവൻ അനുവാദം നൽകി. ഗോവിന്ദൻ കട്ടിലിൽ വന്നിരുന്നു. യുവതി അകത്തേക്ക് വന്നിട്ട് റാന്തൽ ഭിത്തിയിലെ ആണിയിൽ തൂക്കി. അവൻ കട്ടിലിൽ കിടന്നു. അവൾ അവനടുത്തേക്ക് വരികയാണ്. മങ്ങിയ വെളിച്ചത്തിലും അവളുടെ കണ്ണുകൾ പൂച്ചയുടെ കണ്ണുപോലെ തിളങ്ങി. ചുണ്ടുകൾ ചുവന്നു. ഏതൊരു ആണിനെയും ആകർഷിക്കുന്ന അവളുടെ ആ നിൽപ്പ്. ഗോവിന്ദൻ അവളെ ഉറ്റുനോക്കി. അടുത്ത് തന്റെ സ്വന്തം ഭാര്യ. അവന്റെ വിസ്മൃതിയിൽ നിന്നും അവളുടെ സാന്നിധ്യം എപ്പോഴേ അകന്നിരുന്നു. തനിക്ക് ഭാവിയിൽ നേരിടാനുള്ള അപകടം അവൻ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് അവിടുള്ള റാന്തലിന്റെ വെളിച്ചത്തിന് മങ്ങൽ. അവളുടെ രൂപത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കാണുന്നത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഗോവിന്ദൻ തന്റെ കണ്ണുകൾ അടച്ച് തുറന്നു. അവളുടെ മുടിയിഴകൾ നരച്ചു. കണ്ണുകളുടെ തിളക്കം കുറഞ്ഞു. മുഖം ചുക്കിച്ചുളങ്ങി. നിമിഷങ്ങൾ കൊണ്ട് അവളൊരു വൃദ്ധയായി മാറി. പിന്നെയും അവൾക്ക് ഭാവമാറ്റം. വരണ്ട ചുണ്ടുകൾക്കിടയിലൂടെ 2 തേറ്റകൾ പുറത്തേക്ക് ഇറങ്ങി. നിണം വായിന്റെ ഇരുകോണുകളിൽ കൂടെ ഒഴുകി. തറയിൽ ഇറ്റിറ്റ് വീണു. ഗോവിന്ദന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവന് എന്തൊക്കെയോ പറയാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവൾ അവനടുത്തേക്ക് നീങ്ങി, ഒഴുകുന്നത് പോലെ. ഇതിനിടെ റാന്തൽ വിളക്ക് കെട്ടിരുന്നു. അവിടെ സർവത്ര അന്ധകാരം. എങ്കിലും ആ വൃദ്ധ അവിടെ നിൽക്കുന്നത് അവന് വ്യക്തമായി കാണാം. അവളുടെ കണ്ണുകളുടെ സ്ഥാനത്ത് 2 തീപ്പന്തങ്ങൾ എരിയുന്നു. അവൻ സ്വയം പഴിച്ചു. വാതിൽ തുറന്നത് വലിയ മണ്ടത്തരമായല്ലോ. കൈകാലുകൾ ചലിക്കുന്നില്ല.
അവൻ നിസ്സഹായ അവസ്ഥയിൽ അവളെ നോക്കി. ആ ദുർഭൂതം തന്നെ കൊല്ലും, തീർച്ച. ഗോവിന്ദൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ വൃദ്ധയുടെ നോട്ടം സുരേഖയിൽ പതിഞ്ഞു. അവൾ പതിയെ പുകച്ചുരുളുകളായി. അടുത്ത പ്രഭാതം. അടുക്കളയിൽ ജോലിയിലാണ് ഭാഗീരഥി അമ്മ. ഇതുവരെ ഒരു മരുമക്കളും അവിടേക്ക് വന്നിട്ടില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു: പുതിയ പിള്ളേർക്ക് ഇതൊന്നും താല്പര്യം കാണില്ല. അത് താൻ ചോദ്യം ചെയ്യണ്ട. അമ്മായിയമ്മ പോര് ഇവിടെ വേണ്ട. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സഹായിച്ചാൽ മതി. അവരുടെ മനോമുകുരത്തിൽ പറഞ്ഞതും ഒരു മരുമകൾ പ്രത്യക്ഷപ്പെട്ടു. അത് സുരേഖയായിരുന്നു. അവൾ കുളിച്ച് ഒരുങ്ങിയിരുന്നു. അവൾ അവരെ നോക്കി പറഞ്ഞു: ഞാനല്പം താമസിച്ചു, അമ്മ ക്ഷമിക്കണം. ഭാഗീരഥി അതിന് പുഞ്ചിരിയോടെ മറുപടി നൽകി: അതിന് എന്തിന് ഞാൻ നിന്നോട് ക്ഷമിക്കണം? ഇവിടെ ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യില്ല കുട്ടി. അവർ അവളുടെ കൈകളിൽ പിടിച്ചു. ഗോവിന്ദന്റെ മുറി. ഇതുവരെ അവൻ എഴുന്നേറ്റിട്ടില്ല. സുരേഖ അവനെ വിളിച്ചെങ്കിലും ഒന്ന് ഞരങ്ങിയിട്ട് അവൻ പുതപ്പ് പിന്നെയും മൂടി. ഇത് കണ്ട് ചിരിയോടെ അവൾ മുറിവിട്ടിറങ്ങി. ഗോവിന്ദൻ ഞെട്ടി ഉണർന്നു. അവൻ ക്ലോക്കിലേക്ക് നോക്കി. മണി 8:45 കഴിഞ്ഞു. താൻ ഇത്രയും നേരം കിടന്നുറങ്ങിയോ? അവൻ ചമ്മലോടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ സുരേഖ നിൽക്കുന്നു. അവളുടെ കയ്യിൽ ഒരു കപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് നീരാവി ഉയരുന്നു. അവൾ അവിടേക്ക് ചായ കൊണ്ടുവരികയായിരുന്നു. സുരേഖ അവനെ നോക്കി മന്ദസ്മിതം തൂകി. അവൻ ചായ വാങ്ങി ചുണ്ടോട് ചേർത്തു. അന്നത്തെ പകൽ കടന്നു. ത്രിസന്ധ്യ. സുരേഖയും ഗോവിന്ദനും വീടിന്റെ പടിഞ്ഞാറേ അരികിലുള്ള പുളിമരച്ചോട്ടിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ മുഖം അവന്റെ തോളിൽ ചെരിച്ചു വെച്ചിരിക്കുന്നു. ഗോവിന്ദൻ അവളെ തഴുകുന്നു. ഇരുവരും പ്രേമസല്ലാപത്തിലാണ്. സമയം കടന്നു പോകുന്നത് അറിയുന്നതേയില്ല. ഇതേ നേരത്ത് തന്നെ അവരെ തുറച്ചു നോക്കിക്കൊണ്ട് 2 ചുവന്ന കണ്ണുകൾ അവരെ വീക്ഷിക്കുകയായിരുന്നു. അതൊരു കറുത്ത രൂപമാണ്. വള്ളിപ്പടർപ്പുകൾ തിങ്ങി നിറഞ്ഞ തെക്കേ അതിരിൽ ആ രൂപം നിൽക്കുകയാണ്. സാധാരണയിൽ കവിഞ്ഞ് ഉയരം. അതൊരു സ്ത്രീയാണ്. രാത്രിയിൽ ഗോവിന്ദൻ കണ്ടതും ഇത് തന്നെ. അയ്യോ, നേരം കുറേയായി ഏട്ടാ, നമുക്ക് മുറിയിലേക്ക് പോവാം. അമ്മ വന്ന് നോക്കിയിട്ട് പോയി കാണും. വിളക്ക് കത്തിച്ച സമയം. ഗോവിന്ദൻ ചിരിയോടെ അവളെ കൂടുതൽ ചുറ്റിപ്പിടിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. മുന്നോട്ട് നടന്നതും ഭയാനക ശബ്ദത്തിൽ അവരുടെ പുറകിൽ എന്തോ വീഴുന്നത് കേട്ടു. അവർ പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ചു മുൻപ് ഇരുന്നതിന്റെ തൊട്ടുമുകളിൽ നിന്നിരുന്ന പുളിമരത്തിന്റെ വലിയ ശിഖരം ഒടിഞ്ഞു കിടക്കുകയാണ്. നിമിഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ദേഹത്തേക്ക് വീഴുമായിരുന്നു. അവർ ഞെട്ടലോടെ ഓർത്തു. അതിന്റെ ഒച്ച കേട്ടിട്ടാകണം വീട്ടിലെ മറ്റുള്ളവരും അവിടേക്ക് ഇറങ്ങി വന്നു. ഭാഗീരഥി അവിടുത്തെ കാഴ്ച കണ്ട് വായ്പൊത്തി നിന്നു. അപ്പോഴേക്കും അടുത്തേക്ക് നടന്നെത്തിയ ആ ദമ്പതികളെ നോക്കി അവർ പറഞ്ഞു: നേരം ഇരുട്ടിയത് കണ്ടില്ലേ കുട്ടിയോളെ? അത് നിങ്ങളുടെ പുറത്ത് വീഴുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഏതായാലും ഒന്നും പറ്റിയില്ലല്ലോ. വാ രണ്ടാളും. അവർ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. സുരേഖയും ഗോവിന്ദനും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് സ്വന്തം മുറിക്ക് നേരെ നടന്നു. കുഴപ്പങ്ങൾ കൂടാതെ ഒരാഴ്ച കടന്നു. ഗോവിന്ദന്റെ നേരെ ഇളയ അനുജൻ അജയൻ നാളെയാണ് ഗൾഫിൽ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബത്തിലുള്ളവർ. 2ാം തവണയാണ് അവൻ അവിടേക്ക് പോകുന്നത്. ഏറ്റവും ഇളയ അനുജൻ വിജയനും അത് പ്രമാണിച്ച് ലീവിലാണ്. അജയന്റെ ഭാര്യ പ്രമീള അത്ര സന്തോഷവതിയല്ല. ആകെ 11 ദിവസം മാത്രമാണ് അവനോടൊപ്പം ചിലവഴിക്കാൻ അവൾക്ക് അവസരം കിട്ടിയത്. ഇനി 2 വർഷം കഴിയണം അവനെ കാണാൻ. വിജയന്റെ ഭാര്യ അഞ്ജലിയും സുരേഖയും അവളെ ആശ്വസിപ്പിച്ചു. ആ കുടുംബം വളരെ സന്തോഷത്തോടെ വർത്തമാനങ്ങളും ചിരികളുമായി നേരം പോകുന്നത് അറിയാതെയിരുന്നു. ആ വലിയ വീട്ടിലെ തെക്കേ അറ്റത്തെ ഒരു ജനാലയിലിരുന്ന് ഒരു മൂങ്ങ അവിടുള്ളവരെ നോട്ടമിട്ട് കൊണ്ടിരുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അസാധാരണമായ വലിപ്പം ആ മൂങ്ങയ്ക്കുണ്ടായിരുന്നു. സ്വർണം പൂശിയ പോലുള്ള നിറം. അതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അതിന്റെ നോട്ടം അവിടെ ഇരുന്ന ഒരാളിൽ മാത്രമാണ്. കൂട്ടത്തിൽ ആരെയായിരിക്കും അതിന്റെ ലക്ഷ്യം? പതുക്കെ തിരിഞ്ഞ് അത് ആ പുളിമരത്തിന്റെ ശിഖരത്തിലേക്ക് പറന്നു ചെന്നിരുന്നു. അസാധാരണമായ ശബ്ദം പുറപ്പെടുവിച്ചു. അജയൻ സാധനങ്ങൾ പെട്ടിയിലാക്കുകയാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് തീൻമേശയ്ക്ക് ചുറ്റുമിരുന്നു. ആഹാരം വിളമ്പാൻ സ്ത്രീകൾ മത്സരിച്ചു.
കളിച്ചിരി, തമാശകൾ എല്ലാം അവസാനിച്ചു. അവരവരുടെ മുറികളിലേക്ക് പോയിക്കഴിഞ്ഞു. ആ വീട്ടിലെ അവസാന വെളിച്ചവും അണഞ്ഞു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. അവിടേക്ക് ഒരാൾ കടന്നു വരികയാണ്. അത് പക്ഷേ മനുഷ്യന്റെ രൂപത്തിലല്ല. ശക്തിയേറിയ ഒരു കാറ്റായി അത് വന്ന് പുളിമരത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. അസാധാരണമായി ആ മരം ഇളകിയാടി. നാളെ തന്റെ വീട്ടിലുള്ളവരെ വിട്ടുപിരിയുന്നതിന്റെ വിഷമത്തിൽ ഉറക്കം വരാതെ കിടന്ന അജയൻ ഒരു വലിയ ശബ്ദം കേട്ട് ഒന്ന് ഞെട്ടി. അതെന്താ ഒരു ശബ്ദം? അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. എന്നിട്ട് തന്റെ സമീപം കിടന്നിരുന്ന പ്രമീളയെ വിളിച്ചു. അവൾ സുഖകരമായ ഒരു നിദ്രയിലേക്ക് ആഴ്ന്നു പോയിരുന്നു. പെട്ടെന്ന് ചടപടാന്ന് എന്തോ ഒടിയുന്ന പോലൊരു ശബ്ദം. അത് കേട്ട് അവൻ ശരിക്കും ഞെട്ടി. അതെന്താണെന്ന് അറിയണമെന്ന് അവന് തോന്നി. പതുക്കെ എഴുന്നേറ്റ് ചുവരിലെ സ്വിച്ചിൽ കൈയമർത്തി. പക്ഷേ വെളിച്ചം വീണില്ല. കറണ്ട് പോയിരുന്നു. പിന്നെ അടുത്തുള്ള മേശ തുറന്ന് അതിൽ നിന്ന് ടോർച്ച് എടുത്ത് തെളിച്ചു. അവിടെയെല്ലാം കാണാമെന്നായി. വാതിൽ തുറന്നു. ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. വീട്ടിലുള്ളവരെ ആരെയും വിളിക്കണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അവരുടെയെല്ലാം ഉറക്കം കളയാൻ അവൻ താല്പര്യം കാണിച്ചില്ല. വാതിലുണ്ട് പുറത്തേക്കിറങ്ങാൻ. അവൻ അവിടെ എത്തി. വാതിൽ തുറന്നു. അപ്പോഴും ആ ശബ്ദം കേൾക്കാമായിരുന്നു. പുറത്തെ ചെറിയ 2 പടികളേയുള്ളൂ. അവൻ പടികളിലേക്ക് ഇറങ്ങി വീടിന്റെ വെളിയിലെത്തി. ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അജയൻ ടോർച്ച് തെളിച്ചു. ശരിക്കും അവൻ കിടുങ്ങിപ്പോയി. പുളിമരം നിന്ന് ആടുകയാണ്. അതിനു ചുറ്റും പൊടിപടലങ്ങൾ പൊതിഞ്ഞു നിൽക്കുകയാണ്. അവൻ അകത്തേക്ക് നോക്കി വിളിക്കാൻ നാവെടുത്തു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവൻ വേഗം അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. എന്നിട്ട് ചാരി നിന്ന് കിതച്ചു. കാരണം ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു കാഴ്ച അവൻ കണ്ടിട്ടില്ല. ടോർച്ച് പിന്നെയും അവൻ തെളിച്ചു. ഇതെന്താ, ഇതിന്റെ ചാർജ് തീർന്നോ? ഈ ടോർച്ച് തെളിയുന്നില്ലേ? ഏതായാലും മുന്നോട്ട് നടക്കാം. അവൻ പതിയെ ഇരുട്ടിലൂടെ തപ്പി മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് ഏതോ വസ്തുവിൽ തട്ടി അവൻ മറിഞ്ഞു വീണു. അവന്റെ ഒച്ച അടഞ്ഞിരുന്നതിനാൽ ആരെയും വിളിക്കാനും സാധിക്കുന്നില്ല. അവന് സ്വയം ദേഷ്യം തോന്നി. എല്ലാവരെയും വിളിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ തനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടിയും വരില്ലായിരുന്നു. അവൻ എങ്ങനെയോ സ്വന്തം മുറിയുടെ വാതിൽക്കൽ എത്തിച്ചേർന്നു. അകത്തും ഇരുട്ടാണ്. അവിടേക്ക് കാലെടുത്ത് വെച്ചതും എന്തിലോ സ്പർശിച്ചതുപോലെ അവന് തോന്നി. അവൻ കൈകൊണ്ട് തപ്പിയതും വിരലിൽ കൂടി ഏതോ വൈദ്യുതി തരംഗം കടന്നു പോയതുപോലൊരു അനുഭവം. അവിടെ പതിയെ മങ്ങിയ വെളിച്ചം പരന്നു. അവിടെ കണ്ട കാഴ്ച തന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ അലർച്ച തൊണ്ടയിൽ കുരുങ്ങി. പ്രഭാതം. പ്രമീള കണ്ണുകൾ തുറന്നു. നല്ല തണുപ്പ് ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു. തന്റെ ഭർത്താവ് ഇന്ന് നാട് വിടുകയാണ്. അതിന്റെ നേരിയ വിഷമം ആ മുഖത്ത് കാണാം. അവൾ മോരി നിവർത്തി. അവൾ വലതുവശത്ത് കിടക്കുന്ന അജയനെ നോക്കി. പുതപ്പ് തലവഴിയെ മൂടിയിട്ടുണ്ട്. അവൾ അവനെ തട്ടി വിളിച്ചു. എഴുന്നേൽക്ക്, പോണ്ടേ ഇന്ന്? യാതൊരു അനക്കവും ഇല്ല. പിന്നെയും അവൾ അത് ആവർത്തിച്ചു. അമ്മയും മറ്റു 2 മരുമക്കളും അടുക്കളയിൽ ജോലിയിൽ മുഴുകുന്നു. അയ്യോ, എല്ലാവരും ഓടി വരണേ! അകത്തുനിന്നും പ്രമീളയുടെ നിലവിളി. അത് കേട്ട് അമ്മായിയും മരുമക്കളും അവിടേക്ക് ഓടി. മുൻവശത്ത് സംസാരിച്ചു കൊണ്ട് നിന്നിരുന്ന ഗോവിന്ദനും ഇളയ അനുജനും പരിഭ്രമത്തോടെ ഇതേ സമയം തന്നെ അജയന്റെ മുറിയിലെത്തി. പ്രമീള കുലുക്കി വിളിക്കുന്നു അവനെ. ഗോവിന്ദൻ ഒന്നേ നോക്കിയുള്ളൂ. അവൻ ഭയന്നുപോയി. അജയൻ കണ്ണുകൾ തുറച്ച് വായ തുറന്ന് വല്ലാത്ത ഭാവത്തിൽ. വായിന്റെ ഇടത് കോണിലൂടെ രക്തം ഒലിച്ചിറങ്ങിയ പാട്. ഗോവിന്ദൻ അവന്റെ അരികിലെത്തി. വലത് കൈ എടുത്തിട്ട് തന്റെ വിരലുകൾ ചേർത്ത് വെച്ച് നാടിമിടിപ്പ് നോക്കി. അവൻ ഞെട്ടി. പതിയെ കൈകൾ വിട്ടു. അജയന്റെ കൈകൾ കുഴഞ്ഞ് മെത്തയിൽ വീണു. ഗോവിന്ദൻ തിരിഞ്ഞ് എല്ലാവരെയും നോക്കി. ഈറൻ മിഴികളോടെ പറഞ്ഞു, അവൻ പോയി. ഇത് കേട്ട പ്രമീള അലറിക്കരഞ്ഞു. അമ്മ ബോധശൂന്യയായി. അവരെ അഞ്ജലി താങ്ങി. എല്ലാവരും കരഞ്ഞു. അങ്ങനെ സന്തോഷം നിറഞ്ഞ തലേ ദിവസത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി പിന്നീടുള്ള അവരുടെ ദുഃഖത്തിന്റെ ദിവസങ്ങളുടെ ആരംഭമായിരുന്നത്. ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കി. ദിവസങ്ങൾ കൊഴിഞ്ഞു. ഒരു ദിവസം ഗോവിന്ദൻ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് അകലെ നിന്നും ആരോ പടിക്കെട്ടുകൾ കയറി വരുന്നുണ്ട്. അത് രാഘവനായിരുന്നു. ഗോവിന്ദൻ കസേരയിൽ നിന്ന് എണീറ്റു. അവൻ ആലോചിച്ചു, എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇയാൾ ഇവിടേക്ക് വരില്ലല്ലോ. അപ്പോഴേക്കും അയാൾ അവന്റെ മുന്നിലെത്തിയിരുന്നു.
ഗോവിന്ദ, നീ അറിഞ്ഞോ കാര്യങ്ങൾ? അവൻ മനസ്സിലാകാതെ എന്താണ് കാര്യമെന്ന ചോദ്യഭാവത്തിൽ നോക്കി. നിന്നോട് ഒന്നും പറഞ്ഞില്ലേ രാമു? എന്താണ് രാഘവേട്ട, എനിക്കൊന്നും മനസ്സിലായില്ല. ഗോവിന്ദൻ ആശ്ചര്യത്തോടെ നോക്കി. ഞാൻ അവനോട് പറഞ്ഞതാ ഇവിടെ വന്ന് നിന്നോട് വിവരം പറയാൻ. അറിഞ്ഞില്ലെങ്കിൽ ഇത് കേട്ട് നീ ഞെട്ടരുത്. കാര്യം കുറച്ച് അപകടമാണ്. ഇവിടെ നടന്ന മരണവുമായി അതിനെന്തോ ബന്ധമുള്ളതുപോലെ നീ ഒന്ന് കരുതിയിരിക്കണം. ഇനി പറയുന്ന കാര്യം നീ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കൂ. 4 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ സുദേവനെ നിനക്ക് ഓർമ്മയില്ലേ? അവനെ നമ്മുടെ രാമു 4 ദിവസം മുൻപ് കണ്ടു. എന്നോടാ അവൻ ഇക്കാര്യം പറഞ്ഞത്. കുറച്ചു നാളായി അവന് എന്റെ ഒപ്പമാണല്ലോ ജോലി. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവനോട് പറഞ്ഞു ഉടനെ നിന്നെ അറിയിക്കാൻ. ശരിയെന്ന് അവനും സമ്മതിച്ചു. ഇന്ന് രാവിലെ അവനെ കാണാതെ ഇരുന്നപ്പോ ഇവിടെ വന്ന് കാണുമെന്നും എന്നാ പിന്നെ ഇവിടേക്ക് വരാമെന്നും ഞാൻ കരുതി. രാമു ഇവിടെ വന്നില്ലല്ലോ. രാഘവൻ ചോദ്യഭാവത്തിൽ ഗോവിന്ദനെ നോക്കി. അവൻ ഇല്ലെന്ന് തലയാട്ടി. അവൻ പിന്നെ എവിടെ പോയി? രാഘവന് സംശയം. ഗോവിന്ദൻ അയാളോട് പറഞ്ഞു, ഏതായാലും രാഘവൻ ചേട്ടൻ കയറിയിരിക്കെ, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. അവൻ ഇവിടെ വരും. ഗോവിന്ദൻ അയാൾക്ക് ധൈര്യം പകർന്നു. അങ്ങനെ അയാളെ ആഹാരമൊക്കെ കഴിപ്പിച്ചതിന് ശേഷമാണ് അവിടുന്ന് യാത്രയാക്കിയത്. നേരം സന്ധ്യയായി തുടങ്ങി. രാമുവിന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചിരുന്നു. അവിടേക്ക് പോകാൻ എളുപ്പം അധികം ആൾതാമസമില്ലാത്ത നാട്ടുവഴിയിലൂടെ വേണം. ഇരുവശത്തും വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. അവയിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞ് പാതയിൽ കിടപ്പുണ്ട്. ആകാശത്ത് അർദ്ധചന്ദ്രൻ നിൽപ്പുണ്ട്. രാഘവൻ മുന്നോട്ട് നടന്നു. വഴി അത്യാവശ്യം നന്നായി കാണാമായിരുന്നു. അയാൾ നടക്കുന്നതിന്റെ കുറച്ചു മുന്നിലായി ഒരു കറുത്ത സർപ്പം ഇഴഞ്ഞു നീങ്ങി എങ്ങോട്ടോ മറഞ്ഞു. അതിന്റെ സീൽക്കാരൻ. എവിടെ നിന്നോ അപ്പോൾ ഒരു ശീതക്കാറ്റ് അവിടേക്ക് ഒഴുകിയെത്തി. രാഘവന് ചെറുതായി കുളിരുകോരി. അയാൾ അത് സാരമാക്കിയില്ല. പെട്ടെന്ന് അയാൾക്ക് പിന്നിൽ കരിയിലകൾ ഇളകിയ പോലൊരു ശബ്ദം. അവൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി. പഴയതുപോലെ തന്നെ ആരെയും അവിടെ കണ്ടില്ല. അയാൾ നടന്നു. അങ്ങകലിൽ നിന്നും നായ്ക്കൾ ഓരിയിടുന്നുണ്ട്. അതിന്റെ ശബ്ദം മാത്രം അല്പം അസ്വസ്ഥത നൽകുന്നുണ്ട്. എന്നാലും വഴി മോശമല്ലാത്തതുകൊണ്ട് നടക്കാൻ പ്രയാസമില്ല. ഇതെന്താ, നടന്നിട്ടും അവന്റെ വീട് കാണുന്നില്ലല്ലോ. രാഘവന് എന്തോ പന്തികേട് മണത്തു. അതോ ഇനി രാമുവിന്റെ വീട് കടന്നു പോയോ? അയാൾക്ക് സ്ഥലകാലബോധം കിട്ടുന്നില്ല. അടുത്തെങ്ങും ഒരു വീടുമില്ല. അയാൾ ഇതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പുറകിൽ തന്നെ കൂടാതെ ആരോ നടക്കുന്ന പോലൊരു ശബ്ദം. കരിയില ഞരങ്ങി. അയാൾ നിന്നു. പുറകിലെ ചലനം നിലച്ചു. ആരാണെന്ന് അറിയാനുള്ള താല്പര്യത്തിൽ പിന്നെയും അയാൾ തിരിഞ്ഞു നോക്കി. ഒന്നും കാണാനില്ല. തലേന്ന് കേട്ട വാർത്ത കാരണം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ. അയാൾ സ്വയം പറഞ്ഞു മുന്നോട്ട് തിരിഞ്ഞതും തന്റെ മുഖത്തിന് നേർക്ക് ഒരു ചതഞ്ഞു പൊട്ടിയ പോലുള്ള ഭീകരമായ മുഖം. അയാൾ കിടുങ്ങിപ്പോയി. പക്ഷേ അത് നിമിഷം കൊണ്ട് മാഞ്ഞു. അയാൾ ഭയന്ന് ശ്വാസം കഴിക്കാൻ പാടുപെട്ടു. കുറച്ചു നേരത്തെ അങ്കലാപ്പിന് ശേഷം രാഘവൻ വേഗത്തിൽ മുന്നോട്ട് ഓടാൻ തുടങ്ങി. ഏതായാലും ഇനി രാമുവിന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഇതുവഴി ഏതെങ്കിലും വിധത്തിൽ സ്വന്തം വീട്ടിൽ എത്തിച്ചേരാൻ അയാൾ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ യക്ഷിക്കാവ് കടന്നു വേണം ഇനി മുന്നോട്ട് പോകാൻ. അതാ അവിടെ ആരോ നിലത്ത് കിടക്കുകയാണ്. ആരാണത്? അയാൾ അവിടേക്ക് ഓടിയടുത്തു. അയാൾ ആ കാഴ്ച കണ്ട് ഞെട്ടി. അത് രാമു ആണല്ലോ, അയാൾ മനസ്സിൽ പറഞ്ഞു. രാമുവിനെ കണ്ടതും അയാൾ അരികിലേക്ക് കൂടുതൽ അടുത്തു. പിന്നെയും അയാൾ കൂടുതൽ ഭയന്നു. അവന്റെ കണ്ണുകൾ തുറച്ചു പുറത്തേക്ക് തള്ളി നിന്നു. വായ് തുറന്നു. എന്തോ കണ്ട് ഭയന്നതുപോലെ. അയാൾ കൈകൾ എടുത്ത് നാഡി പരിശോധിച്ചു. അവന് ജീവനില്ല. പിന്നെ അയാൾ അവിടെ നിന്നില്ല. ഇത് സുദേവൻ ചെയ്തതാണ്, അല്ലാതെ രാമുവിന് ഇങ്ങനെ സംഭവിക്കില്ല. അയാളുടെ മനസ്സിൽ ആരോ മന്ത്രിച്ചു. അയാൾ ഓട്ടം തുടർന്നു. കരിയിലകൾ അമർന്നു. തൊട്ടുമുൻപേ കണ്ട ആ മുഖം സുദേവന്റേത് തന്നെയാണ്. അവൻ തന്നെ നോട്ടമിട്ടു. ഇനി രക്ഷപ്പെടാൻ പറ്റുമോ? അതെന്താ, പന്തമോ? അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പന്തം എരിയുകയാണ്. അതിനു മുന്നിലായി ആരോ നിൽക്കുകയാണ്. തന്റെ നേർക്കത് പാഞ്ഞു വരികയാണ്. തിരിഞ്ഞോടാൻ ശ്രമിച്ചിട്ടും കാലുകൾ അനങ്ങുന്നില്ല. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്, താൻ ഓടുകയല്ല. നേരത്തെ നിന്നിടത്തു നിന്ന് ഒരടി അനങ്ങിയിട്ടില്ല. അതൊരു സ്ത്രീയാണ്.
അവളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏ, നീ നീ ഭാഗീരഥി അമ്മയുടെ വീട്ടിലെ മരുമകളല്ലേ? അയാൾ കിതപ്പോടെ പറഞ്ഞു. അതിന് മറുപടിയായി അവൾ ക്രൂരത നിറഞ്ഞ ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു, അതെ, ആ രഹസ്യം അറിയണം. പക്ഷേ നിനക്ക് വേറെ ആരോടും പറയാൻ ഞാൻ അവസരം തരില്ല. ഇവിടെ തീരുകയാണ്. കണ്ടോ നീ ഏതാ സ്ഥലമെന്ന്? അയാൾ ഭയന്ന് വിറച്ചു. യക്ഷിക്കാവ്. അതാ ഇരിക്കുന്നു സുദേവൻ, നേരത്തെ കണ്ടതിലും ഊർജ്ജസ്വലനായി. അയാൾ രാഘവനെ നോക്കി ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ രാഘവ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ഇത് ഞാൻ തന്നെ, നീയൊക്കെ തല്ലിച്ചതച്ച അതേ സുദേവൻ. ഏതായാലും നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഇവൾ ആരെന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഇവൾ രക്തയക്ഷിയാണ്. മേലേപ്പാട്ട് വീട്ടിലെ മരുമകളിൽ ഇവളെ ഞാൻ സന്നിവേശിപ്പിച്ചു. അതെ, ഇനി അവിടുള്ള ആരെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ സ്വപ്നങ്ങൾ തല്ലി തകർത്തവനാണ് ഗോവിന്ദൻ. അവനെ ഞാൻ ഏറ്റവും അവസാനമേ ഇല്ലാതാക്കുകയുള്ളൂ. യക്ഷിയുടെ ഭാവം മാറുകയാണ്. കണ്ണുകൾ ചുവന്ന് രക്തമയമായി. കോമ്പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. അവൾ രാഘവന്റെ അടുത്തേക്ക് നീങ്ങി. അയാൾക്ക് ഒരടി പിന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കൂർത്ത പല്ലുകൾ അവന്റെ രക്തക്കുഴലുകളെ സ്പർശിച്ചു. രാഘവന്റെ കണ്ണുകൾ തുറിച്ചു. അവൻ അവസാനത്തെ ജീവന് വേണ്ടി പിടഞ്ഞു. വാടിയ ചേമ്പിൻ തണ്ട് പോലെ കുഴഞ്ഞ് നിലത്തേക്ക് വീണു. അപ്പോൾ എവിടെ നിന്നോ ഒരു മൂങ്ങ അവിടേക്ക് പറന്നു വന്ന് അടുത്തുള്ള മരച്ചില്ലയിൽ വന്നിരുന്നു. അതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അതൊരു സൂചനയാണ്. സുദേവൻ അവളുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ മേലെപ്പാട്ട് വീട്ടിലേക്ക് പോ. ഇന്നത്തേക്ക് ഇത് മതി. അവിടെ ചെന്നിട്ട് ഇവളുടെ ശരീരം ഉപേക്ഷിച്ച് ഇവിടേക്ക് പോന്നോളൂ. വേറെയും ചില തയ്യാറെടുപ്പുകൾ വേണം. എല്ലാം തലയാട്ടി കേട്ടുകൊണ്ട് അവൾ മുന്നോട്ട് അതിവേഗത്തിൽ ഒഴുകി. ഗോവിന്ദന്റെ വീട്. ഇരുട്ടിൽ ഒരു സ്ത്രീരൂപം അവിടേക്ക് വന്നു നിന്നു. പ്രധാന വാതിൽ പതിയെ ശബ്ദമില്ലാതെ തുറന്നു. ആ വീട്ടിലെ എല്ലാവരും ഉറക്കമാണ്, ഒരാളൊഴിച്ച്. അതാണ് ഈ മരുമകൾ. അവളുടെ മുഖം വ്യക്തമല്ലെന്ന് മാത്രം. അവളെ തിരിച്ചറിഞ്ഞ രാഘവനും രാമവും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. തന്റെ ഭർത്താവിന്റെ മുറിയിലേക്ക് ഇരുട്ടിൽ ഒഴുകി. ആ വാതിലും പതിയെ തുറന്നു. അതിലേക്ക് പ്രവേശിച്ചു. വാതിൽ പതിയെ അടഞ്ഞു. ആ വീട്ടിലെ 3 മരുമക്കൾ ഉണ്ട്. അതിൽ ആരാണ്? സുരേഖയോ അതോ പ്രമീളയോ അതോ അഞ്ജലിയോ? സുദേവൻ തന്റെ വിജയം ആഘോഷിച്ചു. അയാളുടെ ഇടിമുഴക്കം പോലുള്ള അട്ടഹാസം യക്ഷിക്കാവിനുള്ളിൽ മുഴങ്ങി. അങ്ങനെ ഒരാഴ്ച പിന്നെയും കടന്നുപോയി. രാഘവന്റെയും രാമുവിന്റെയും ദുർമരണങ്ങൾ ഗോവിന്ദനെ കൂടുതൽ ജാഗരൂകനാക്കി. അനുജന്മാരിൽ ഇനിയുള്ളത് വിജയനാണ്. അവനെയെങ്കിലും തനിക്ക് രക്ഷിക്കണം. ഒരു പക്ഷേ വീടിനുള്ളിൽ തന്നെ ശത്രു ഉണ്ടെങ്കിൽ? അവന്റെ മനസ്സിൽ അപായമണി മുഴങ്ങി. എല്ലാവരിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. മുൻപ് രാത്രിയിൽ മുറിയിൽ വന്ന വൃദ്ധ നോട്ടമിട്ടത് സുരേഖയാണ്. അവളാകുമോ ഇതിന്റെ എല്ലാം പിന്നിൽ? എന്താ ഏട്ടാ ചിന്തിക്കുന്നേ? പുറകിലെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അതാ സുരേഖ നിൽക്കുന്നു. നേരം അർദ്ധരാത്രി 12 മണി. ഗോവിന്ദൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. സുരേഖ പതിയെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ ഗോവിന്ദനിൽ പതിച്ചു. അവൾ അവനെ തട്ടി വിളിച്ചു. അവൻ ഒന്ന് ഞരങ്ങി. അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. വാതിൽക്കലെത്തി. 2-3 വട്ടം തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വാതിലിന്റെ കൊളുത്തുകൾ പതുക്കെ മാറ്റി. എന്നിട്ട് ശബ്ദം ഒട്ടും കേൾപ്പിക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ഗോവിന്ദൻ ഇതൊക്കെ കാണുന്നുണ്ട്. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇതിനൊക്കെ കാരണം തന്റെ ഭാര്യ തന്നെ. അവനും അവളെ പിന്തുടരാൻ തീരുമാനിച്ചു. അതാ അവൾ ഇടനാഴിയിലൂടെ പോകുന്നുണ്ട്. ആ നടത്തം പുറത്തേക്കുള്ള വാതിലും കടന്നു. എത്ര വിദഗ്ധമായിട്ടാണ് അവൾ വാതിലുകൾ തുറക്കുന്നത്! ഊതവെളിച്ചമുള്ളതുകൊണ്ട് അവിടമൊക്കെ വ്യക്തമായി കാണാം. അവനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ തുളസിത്തറയുടെ മറവിലേക്ക് പോകുന്നു. സുരേഖ വേറെ ആരെയോ നോക്കുകയാണ്. ഗോവിന്ദൻ പതിയെ അവളിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവളുടെ തോളിൽ പിടിച്ചു. അവൾ ഒന്ന് ഞെട്ടി തിരിഞ്ഞു. ഗോവിന്ദനെ കണ്ടതും ആശ്ചര്യം. സുരേഖ ചുണ്ടിൽ ചൂണ്ടുവിരൽ അമർത്തിയിട്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഇടത്തോട്ട് നോക്കാൻ പറഞ്ഞു. അവിടെ ഗോവിന്ദൻ കണ്ടത് അവിശ്വസനീയം. രൂപം കൊണ്ട് അവൻ ആളെ തിരിച്ചറിഞ്ഞു. അഞ്ജലി! ഇവൾ രാത്രിയിൽ പുറത്തേക്ക് പോകുന്നത് എന്തിന്? സ്വന്തം ഭാര്യയെ സംശയിച്ചു. പാവം.
അവളും തന്നെപ്പോലെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ സുരേഖയെ ചേർത്ത് പിടിച്ചു. അവളെ പിന്തുടരുന്നത് അപകടമാണ്. ഏതായാലും അവളൊരു സാധാരണ സ്ത്രീയല്ല. പിന്നെ അവർ ഇരുവരും സ്വന്തം മുറിയിലേക്ക് തിരിച്ചെത്തി. ഇതിനുള്ള പരിഹാരം കാണുന്നതിനുള്ള കാര്യങ്ങൾ പകൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചു. നിദ്ര അവരെ അനുഗ്രഹിച്ചു. അന്നത്തെ രാത്രി കടന്നുപോയി. ഗോവിന്ദൻ പുറപ്പെടുകയാണ്. ആ യാത്രയുടെ ഒരേയൊരു ലക്ഷ്യം സുദേവനെ തകർക്കുക. അവൻ കാരണം ഇനിയൊരു ജീവൻ പൊലിയരുത്. വഴിയിലേക്ക് ഇറങ്ങി. സുകുമാരൻ സാറിനെ കാണണം. അദ്ദേഹത്തിന് ഇതിനൊരു പ്രതിവിധി കാണാൻ കഴിയും. ചിറ്റിലഞ്ചേരിയിലെ ജനങ്ങളെ ബ്രഹ്മദത്തൻ എന്ന ദുർമാന്ത്രികനിൽ നിന്ന് രക്ഷിച്ചില്ലേ വർഷങ്ങൾക്ക് മുൻപ്? ഇവിടെയും അതേ പ്രതിസന്ധി. തന്നെയുമല്ല, അദ്ദേഹം എന്നെ കുറെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് തനിക്ക് ആ രാത്രിയിൽ വൃദ്ധയുടെ അക്രമത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിച്ചത്. കുറച്ചുകൂടെ താൻ ജാഗ്രത കാണിച്ചെങ്കിൽ തന്റെ അനുജൻ. ചിറ്റിലഞ്ചേരിയിൽ അവൻ ബസ്സിൽ വന്നിറങ്ങി. സുകുമാരൻ സാറിന്റെ വീട്ടിൽ പോകുന്ന വഴി നിശ്ചയമുള്ളതുകൊണ്ട് ആരോടും ചോദിച്ചില്ല. സുകുമാരൻ സാറിന്റെ വീട്. ചാരു കസേരയിൽ ഇരിക്കുന്നു അദ്ദേഹം. ഗോവിന്ദനെ കണ്ടതും അയാൾ അവിടുന്ന് എഴുന്നേറ്റു. അല്ല, ആരിത്, ഗോവിന്ദനോ? വരൂ, കയറിയിരിക്കൂ. അദ്ദേഹം അടുത്ത കസേരയിലേക്ക് വിരൽ ചൂണ്ടി. ഗോവിന്ദൻ ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സർ, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഇത് കേട്ട് ആശ്ചര്യഭാവത്തിൽ സുകുമാരൻ അവനെ നോക്കി. ഗോവിന്ദൻ സുദേവന്റെ തിരോധാനം തൊട്ട് അനുജന്റെ മരണം, അഞ്ജലിയുടെ കഴിഞ്ഞ രാത്രിയിലെ പുറത്തേക്കുള്ള യാത്ര എന്നിവ പറഞ്ഞു. എല്ലാം ശ്രവിച്ച അദ്ദേഹം അല്പനേരം ചിന്താമഗ്നനായി. ഗോവിന്ദ, ഞാൻ വരാം. ഏതായാലും അഞ്ജലി അവന്റെ കയ്യിലെ ഒരു പാവയായിരിക്കും. ഏതോ ദുർമൂർത്തിയെ അവളിൽ സന്നിവേശിപ്പിച്ചതാവും. ഏതായാലും ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. ഉടനെ അദ്ദേഹം അകത്തേക്ക് പോയിട്ട് രാശിപ്പലകയുമായി തിരികെ വന്നു. പ്രശ്നം വെച്ചു. ആരൂഢത്തിൽ തെളിഞ്ഞു എല്ലാം. അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, എല്ലാം ഞാൻ കണക്ക് കൂട്ടിയത് തന്നെ. ഇതിനെല്ലാം പിന്നിൽ സുദേവനാണ്. നമുക്ക് ഇന്ന് തന്നെ അതിനൊരു പ്രതിവിധി കാണാം. ഗോവിന്ദൻ എന്തിനും തയ്യാറാണ്. അവർ ഇരുവരും പുറപ്പെടാൻ തയ്യാറെടുത്തു. സുകുമാരൻ തന്റെ ഭാര്യയെ ഗോവിന്ദനെ പരിചയപ്പെടുത്തി. ഗോവിന്ദ, ഇതാണ് എന്റെ ഭാര്യ സീമ. ഇവളെയും ഇതുപോലെ പണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സീമ അതേ എന്ന് തലയാട്ടി. അധികം താമസിയാതെ അവർ അവിടുന്ന് പുറപ്പെട്ടു. കാഞ്ഞിരംകുളത്തെ യക്ഷിക്കാവ് ലക്ഷ്യമാക്കി. അന്നേ ദിവസം രാത്രി സുരേഖയോട് എല്ലാ വിവരവും പറഞ്ഞതിനാൽ അവൾക്ക് ഗോവിന്ദൻ പുറത്തു പോകുന്നതിന് സമ്മതമായിരുന്നു. എന്നാലും അവൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു. എല്ലാം നല്ലതുപോലെ അവസാനിച്ചാൽ മതിയായിരുന്നു. പുറപ്പെടും മുൻപ് അവൻ സുരേഖയെ ഏൽപ്പിച്ച ഒരേയൊരു കാര്യം അഞ്ജലിയെ ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കരുത് എന്നതാണ്. അതിനായി അവൻ സുകുമാരൻ നൽകിയ ഏലസ് അവളെ ഏൽപ്പിച്ചു. വിജയനും അഞ്ജലിയും കിടക്കുന്ന മുറിയുടെ വാതിലിന് പുറകെ കെട്ടണം. അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതുകൊണ്ട് ആരും കിടന്ന ശേഷം പുറത്തേക്ക് പിന്നെ വരില്ല, നേരം വെളുക്കാതെ. എല്ലാം അവൻ പറഞ്ഞതുപോലെ അവൾ പ്രവർത്തിച്ചു. സുരേഖയും ഒരു ഏലസ് കയ്യിൽ ധരിച്ചു. അവൾ പതിയെ ഉറക്കം നടിച്ചു കിടന്നു. സമയങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ക്ലോക്കിൽ മണി 12 അടിക്കുന്നു. ആ ശബ്ദം നിലച്ചു. സുരേഖ കാതോർത്ത് കിടന്നു. അതാ കേൾക്കുന്നു, ആരോ നടക്കുന്നത് പോലെ. പാദസരത്തിന്റെ ശബ്ദം. അത് തന്റെ മുറിയും കടന്നു. അവൾ പതിയെ എഴുന്നേറ്റ് വാതിൽ പതുക്കെ തുറന്നു. അവൾ പതിയെ പുറത്തേക്ക് എത്തി നോക്കി. ഭയം പതിയെ മനസ്സിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. താൻ നേരിടാൻ പോകുന്നത് സാധാരണയുള്ള മനുഷ്യനെയല്ല, ഒരു യക്ഷിയെയാണ്. അണുവിട പിഴച്ചാൽ തന്റെ ജീവന് പോലും ആപത്താണ്. ചെറിയ വെളിച്ചം അവിടെ കാണാം. മുന്നിലൂടെ പോകുന്ന ആ രൂപത്തിന്റെ കയ്യിൽ ചെറിയ റാന്തൽ എരിയുന്നുണ്ട്. അവൾ വിജയന്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ നിന്നു. അവളെ പിന്തുടർന്ന സുരേഖയുടെ ഹൃദയത്തിൽ പെരുമ്പറ മുഴങ്ങി. യക്ഷി ആ വാതിൽ കടക്കാൻ തുടങ്ങിയതും ഒരു അഗ്നിസ്ഫുല്ലിംഗം അവിടെയുണ്ടായി. ഞെട്ടലോടെ ആ യക്ഷി പിന്നോട്ട് മാറി. അവളുടെ മുഖം ചുവന്നു. കണ്ണുകളിൽ രക്തം കിനിയുന്നത് റാന്തലിന്റെ വെളിച്ചത്തിൽ സുരേഖ കണ്ടു. അവൾ ധൈര്യം സംഭരിച്ച് നിന്നു. താൻ നിലവിളിച്ചാൽ വിജയൻ കതക് തുറന്ന് പുറത്തു വന്നാൽ ഏലസ് മുറിഞ്ഞ് താഴെ വീഴും. യക്ഷി അവനെ പിടികൂടും. യക്ഷി പിന്നെയും ഏലസിൽ പിടിക്കാൻ നോക്കുന്നു. അവിടെ അഗ്നി എരിഞ്ഞു. യക്ഷി കൈ പിൻവലിച്ചു. ഇതിനിടെ സുരേഖ എളിയിൽ കരുതിയിരുന്ന ഗോവിന്ദൻ കൊടുത്ത ശൂലിനി യന്ത്രം എന്ന ഏലസ് പുറത്തെടുത്തു. അവൾ യക്ഷിയുടെ അടുത്തേക്ക് നടന്നു. ഇതിനിടെ ആ ഭീകരരൂപി തിരിഞ്ഞതും അവളെ കണ്ടു.
ആ മുറിയിൽ കയറാൻ കഴിയാത്തതിലുള്ള ദേഷ്യം കാരണം ആ കണ്ണുകൾ രക്തമയമായിരുന്നു. യക്ഷി അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയതും കൃത്യമായി ആ ഏലസ് അവളുടെ കഴുത്തിൽ വീണതും ഒപ്പമായിരുന്നു. യക്ഷിയുടെ കയ്യിലിരുന്ന റാന്തൽ നിലത്ത് വീണു. പക്ഷേ അത് പൊട്ടിയില്ല. സുരേഖയുടെ നേർക്ക് അത് ഉരുണ്ടുവന്നു. ആ വെളിച്ചത്തിൽ അവിടെയെല്ലാം കാണാം. യക്ഷിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി, മുഖം വലിഞ്ഞു മുറുകി. അവൾ വേദന കൊണ്ട് പുളയുകയാണ്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അകലെയെങ്ങോ നിന്ന് നായ്ക്കളുടെ ഓരിയിടൽ കേൾക്കാം. അവളുടെ രൂപം മാറി. ഇപ്പോഴവൾ ഒരു പടുവൃദ്ധ. മുടികൾ കൊഴിഞ്ഞു, പല്ലുകൾ കൊഴിഞ്ഞു, കാതുകൾ ഇളകി, ഉണങ്ങി മാംസം ഇല്ലാത്ത മാറിടങ്ങൾ അടർന്നു. നഗ്നമായ വയർ പൊള്ളയായി. കാലുകളും കൈകളും ഇളകി താഴേക്ക് പതിച്ചതും അത് സംഭവിച്ചു. ഭസ്മധൂളികളായി അവയെല്ലാം നിലത്തേക്ക് വീണു. സുരേഖ ഇതൊന്നും കാണാനുള്ള കരുത്തില്ലാതെ കണ്ണുകൾ പൊത്തി. നിമിഷങ്ങൾ കടന്നു. അവൾ മുഖം മറച്ചിരുന്ന കൈകൾ മാറ്റിയിട്ട് അവിടേക്ക് പതിയെ നോക്കി. റാന്തൽ എരിയുന്നുണ്ട്. അതിന് തൊട്ടടുത്തായി ഭസ്മധൂളികൾ കിടപ്പുണ്ട്. അവൾ ചെന്ന് റാന്തൽ കയ്യിലെടുത്തു. അതിന്റെ മുകൾ ഭാഗത്തായി ഒരു രഹസ്യ അറ അവൾ കണ്ടെത്തി. തുറന്നു. അതിലേക്ക് ആ ഭസ്മം കൈകൾ കൊണ്ട് വാരിയിട്ടു. എന്നിട്ട് അത് അടച്ചു. പതിയെ സ്വന്തം മുറിയിലേക്ക് കയറിയിട്ട് വാതിൽ ചേർത്തടച്ചു. അങ്ങനെ ആ യക്ഷിയുടെ ശല്യം അവിടെ അവസാനിച്ചു. ഇനി സുദേവനെയാണ് അവസാനിപ്പിക്കേണ്ടത്. അതിന് ഗോവിന്ദനും അവന്റെ ഗുരുവായ സുകുമാരനും സാധിക്കുമോ? യക്ഷിക്കാവ്. സുദേവൻ ഹോമം തുടരുകയാണ്. ഇന്ന് തന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ ഒരേട് ആഘോഷിക്കാൻ പോവുകയാണ്. തന്നെ ദ്രോഹിച്ചവരിൽ ഒരാൾ ഇന്ന് കൊല്ലപ്പെടും. അവരെല്ലാം കരുതുന്നത് അന്നെന്നെ അടിച്ച് അവശനാക്കിയതിനുള്ള പ്രതികാരമാണ് ഇതെന്നാണ്. ഒരിക്കലും അതല്ല. അതിന് അവർ എന്നെ തല്ലിയില്ലല്ലോ. എന്റെ വെറും സൃഷ്ടിയെയല്ലേ അവർക്ക് തൊടാൻ കഴിഞ്ഞുള്ളൂ. അവർക്ക് ഞാൻ കൊടുത്ത വെറും മായാജാലം. അയാൾ ഹോമത്തിലേക്ക് ഹവിസ് അർപ്പിച്ചു. ആനന്ദത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഗോവിന്ദനും സുകുമാരനും കയറി വന്നു. ഇത് കണ്ട് സുദേവൻ ഒന്നമ്പരന്നു. അവന്റെ മുഖം വിവർണമായി. സുദേവൻ ഗോവിന്ദന്റെ മുഖത്തേക്ക് കോപത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ അമ്മയുടെയും പെങ്ങളുടെയും മരണത്തിൽ ഈ നാട്ടിലുള്ളവർ തന്നെ കാരണക്കാർ എന്ന് ഞാൻ മനസ്സിലാക്കിയോ അന്ന് ഞാൻ തീരുമാനിച്ചു ഒന്നിനെയും വെറുതെ വിടില്ലെന്ന്. പിന്നെ രാമവും രാഘവനും മരിക്കേണ്ടവരായിരുന്നു. എന്റെ അനുജത്തിയെ അവന്മാർ. സുദേവന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. അതിന് കൂട്ടുനിന്നത് നിന്റെ അച്ഛൻ കരുണൻ. അച്ഛനോ? അതിന് കാരണം? അവന് വാക്കുകൾ കിട്ടുന്നില്ല. ഇത് കേട്ട സുകുമാരനും ഒന്ന് ഞെട്ടി. സുദേവന്റെ വാക്കുകൾ തീമഴ പോലെ പെയ്യുകയാണ്. അതെ, ആദ്യം നിന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്ന് അന്നേ മനസ്സിൽ കുറിച്ചിട്ടു. അതിനായി ഞാൻ ഒരു വൃദ്ധയുടെ ശരീരത്തിൽ രക്തയക്ഷിയെ സന്നിവേശിപ്പിച്ചു. എന്നിട്ട് നിന്റെ അനുജൻ അജയൻ ഉൾപ്പെടെയുള്ളവരെ കൊല്ലിച്ചു. വേറൊരു സന്തോഷ വാർത്ത, ഇന്ന് നിന്റെ മറ്റൊരു അനുജൻ കൊല്ലപ്പെടും. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ചെന്നാൽ ഒരുപക്ഷെ നിനക്ക് ഈ സുകുമാരന്റെ സഹായത്തോടെ അവനെ രക്ഷിക്കാൻ സാധിക്കും. അതിന് മറുപടിയായി ഗോവിന്ദൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. എന്റെ അനുജന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കറിയാം. ഗോവിന്ദൻ ദേഷ്യത്തിൽ സുദേവനോട് ചോദിച്ചു, ഇതൊക്കെ ചെയ്യാൻ നീ ആരാണ്? അത് എന്നോട് പറയണം. സുദേവൻ പുച്ഛത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. നിന്റെ അച്ഛനെ കൊന്നത് അതിന് മാത്രമല്ല, എന്റെ അമ്മയെ കൊന്നതിനാണ് അയാളെ ഞാൻ കൊന്നത്. എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ നിന്നെ എനിക്കെതിരെ തിരിച്ചതും അയാളുടെ തന്ത്രമായിരുന്നു. നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞാലോ? അല്ലെങ്കിൽ അയാൾക്ക് ഇവിടുള്ള ആളുകളുടെ മുന്നിലുള്ള നല്ല മുഖം അഴിഞ്ഞു വീണാലോ എന്നുള്ള ഭയം. പക്ഷെ അത് ഞാൻ തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മായ കാട്ടി. അന്ന് നിങ്ങൾ എന്നെ തല്ലിച്ചതച്ചു. പക്ഷേ അത് ഞാനല്ല, എന്റെ രൂപം മാത്രമായിരുന്നു അത്. ഗോവിന്ദൻ പിന്നെയും ഞെട്ടി. പതിയെ അവൻ സുദേവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്റെ യക്ഷി ഇപ്പോൾ എന്റെ വീട്ടിൽ ഭസ്മമായി കാണും. അത് കേട്ട് മനസ്സിലാകാതെ അവൻ ഗോവിന്ദന്റെ മുഖത്തേക്ക് നോക്കി. അതെ, എന്റെ ഭാര്യയുടെ കയ്യിൽ ശൂലിനി യന്ത്രത്തിന്റെ ഏലസ് ഞാൻ ഏൽപ്പിച്ചു. അവൾ അത് കൃത്യമായി യക്ഷിയുടെ കഴുത്തിൽ ഇട്ടുകാണും. അത് കേട്ട് സുദേവൻ ഒന്ന് ഉലഞ്ഞു. അവൻ വേഗം അടുത്തിരുന്ന മഷിപുരട്ടിയ വെറ്റില കയ്യിലെടുത്തു. കണ്ണുകൾ പൂട്ടി മന്ത്രങ്ങൾ ജപിച്ചിട്ട് അതിലേക്ക് നോക്കി. അയാൾ ആ കാഴ്ച കണ്ട് നടുങ്ങി. ഒരു പിടി ചാരമാകുന്ന രക്തയക്ഷി. അവൻ കോപം കൊണ്ട് ജ്വലിച്ചു. പെട്ടെന്ന് അരികിലിരുന്ന വാൾ വലിച്ചെടുത്തു. ഗോവിന്ദന് മുന്നിലേക്ക് ചാടി വീണതും ഒരുമിച്ചായിരുന്നു. പക്ഷേ അവനത് തടുത്തു. ഗോവിന്ദനും കരുതി തന്നെയാണ് വന്നിരുന്നത്. അവന്റെ എളിയിൽ കത്തിയുണ്ടായിരുന്നു.
ആയുധങ്ങൾ ഉരസിയപ്പോൾ തീപ്പൊരി ചിതറി. സുദേവൻ അലറിക്കൊണ്ട് ഗോവിന്ദന് നേരെ പാഞ്ഞെടുത്തു. വാൾ വീശി കഴുത്തിന് നേരെ. അവൻ കുനിഞ്ഞു. കാലുയർത്തി സുദേവന്റെ നെഞ്ചിൽ തൊഴിച്ചു. അവൻ കുറച്ചകലെ തെറിച്ചു വീണു. വാൾ ഉയർന്ന് വള്ളിപ്പടർപ്പുകളിൽ കുടുങ്ങി. ഗോവിന്ദൻ അവന്റെ നേർക്ക് പിന്നെയും കാലുയർത്തിയപ്പോൾ സുദേവൻ അവന്റെ കാലുകളിൽ പിടികൂടി ദൂരേക്ക് തൊഴിച്ചെറിഞ്ഞു. അവന്റെ കത്തിയും അകലേക്ക് പോയി. സുകുമാരൻ ഇതെല്ലാം നോക്കി നിന്നതേയുള്ളൂ. പിടിച്ചു മാറ്റാൻ ചെന്നാൽ അപകടമുണ്ടാകാം. രണ്ട് പോരുകാളകളെപ്പോലെ ഇരുവരും പൊരുതുകയാണ്. ഇതിനിടെ മിക്കവാറും ഗോവിന്ദൻ തളർന്നു തുടങ്ങിയിരുന്നു. അവൻ തന്റെ കത്തിയെ അന്വേഷിച്ചു. പക്ഷേ അത് കാണുന്നില്ല. ഇതിനിടെ ഗോവിന്ദന്റെ കാലുകളിൽ സുദേവൻ പിടികൂടി. വട്ടം കറക്കാൻ തുടങ്ങി. അവന്റെ അപ്പോഴുള്ള അവസ്ഥ ഒരു ഭ്രാന്തിന് തുല്യമായിരുന്നു. എങ്ങനെയും ഗോവിന്ദനെ കൊല്ലാൻ അവന്റെ മനം തുടിച്ചു. 3 തവണ വട്ടം കറക്കിയിട്ട് അവൻ വള്ളിപ്പടർപ്പ് നിൽക്കുന്ന ഭാഗത്തെ ബലിക്കല്ലിലേക്ക് എടുത്തെറിയാൻ തുനിഞ്ഞതും സ്വന്തം കാലിന്റെ നിലതെറ്റിയതും ഒപ്പമായിരുന്നു. ഗോവിന്ദൻ വള്ളിപ്പടർപ്പിലേക്ക് ചെന്ന് വീണു. സുദേവൻ മലർന്ന് തറയിലേക്കും പതിച്ചു. ഗോവിന്ദന്റെ വീഴ്ചയുടെ ആഘാതത്തിൽ വള്ളിപ്പടർപ്പുകൾ ഒന്നാകെ കുലുങ്ങി. അപ്പോൾ അത് സംഭവിച്ചു. സുദേവൻ കാണുകയാണ്. ഏതോ തിളങ്ങുന്ന വസ്തു തന്റെ നേരെ വരികയാണ്. അവൻ തിരിച്ചറിഞ്ഞു. അത് സ്വന്തം വാളാണ്. അവന് ഒന്ന് ഒഴിഞ്ഞു മാറാൻ സമയം കിട്ടിയില്ല. നെഞ്ചിന്റെ മധ്യഭാഗത്ത് തന്നെ അത് പതിച്ചു. അവന്റെ ആർത്തനാദം അവിടെ മുഴങ്ങി. സുകുമാരനും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. രക്തം ചീറ്റിയൊഴുകി. അയാൾ വേഗം ഗോവിന്ദന്റെ അടുത്തേക്ക് ചെന്നു. അവൻ പതിയെ എഴുന്നേറ്റു. സുദേവൻ ഗോവിന്ദനെ നോക്കിയിട്ട് വലത് കൈ ഉയർത്തി അടുത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി. അവൻ പതുക്കെ സുദേവന്റെ അടുക്കൽ ചെന്നു. ഗോവിന്ദൻ ക്ഷമാപണത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇരുമിഴികളിലും ഈറനോടെ സുദേവൻ സംസാരിച്ചു തുടങ്ങി. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ ശിക്ഷ. ഇനി നീ അറിയണം, ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്. നമ്മുടെ അച്ഛൻ ഒന്നാണ്. കർണൻ സ്വന്തം മകളെന്ന് അറിയാതെ പീഡിപ്പിച്ചത് എന്റെ അനുജത്തെ. ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്കറിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയും കുടുംബത്തെയും ഞാൻ ദ്രോഹിച്ചു. അനുജനെ കൊന്ന ഞാൻ മഹാപാപിയാണ്. അതിനുള്ള ദൈവശിക്ഷയായിരിക്കും ഇത്. എന്നോട് നീ ക്ഷമിക്കില്ലേ? അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി. ഗോവിന്ദനും വികാരധീനനായിരുന്നു. മാപ്പ്, മാപ്പ്, മാ. സുദേവന്റെ ശബ്ദം നിലച്ചു. സുകുമാരൻ അവന്റെ തോളത്ത് പിടിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇവനെ ഇനി ഇവിടെ കിടത്തരുത്. നമുക്ക് ഈ കാവനുള്ളിൽ തന്നെ അടക്കം ചെയ്യാം. ആരും അറിയാൻ പോകുന്നില്ല. അധികം ആരും ഇതുവഴി വരുന്നുമില്ലല്ലോ. സുകുമാരൻ പറഞ്ഞതുപോലെ സുദേവന്റെ മൃതദേഹം അവർ ഇരുവരും ചേർന്ന് അടക്കം ചെയ്തു. തെളിവായി ഉണ്ടായിരുന്ന ഹോമസ്ഥലം അവർ ഇടിച്ചു നിരപ്പാക്കി. കുറെ കാട്ടുവള്ളികളും പുല്ലും അവിടേക്ക് നിരത്തി. ഇപ്പോൾ അവിടെ കണ്ടാൽ ഭീതി തോന്നിക്കുന്ന ഒരിടമെന്നേ പറയൂ. സുകുമാരനും ഗോവിന്ദനും യക്ഷിക്കാവനുള്ളിൽ നിന്നും പുറത്തു കടന്നു. ഇടവഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അങ്ങകലെ നിന്നും എവിടെയോ കോഴി കൂകി. ഗോവിന്ദൻ അറിയാതെ യക്ഷിക്കാവിലേക്ക് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ ഭീതി വിടർത്തിക്കൊണ്ട് യക്ഷിക്കാവ്. കഥ അവസാനിച്ചു. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.